നമസ്കാരം. യോഗ ശരീരത്തിനും മനസ്സിനും നൽകുന്ന വ്യായാമത്തെയും സ്വസ്ഥതയും കുറിച്ചുമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വീണ്ടും യോഗ ചെയ്യാനും യോഗ പഠിക്കാനും താല്പര്യമുള്ള ഒത്തിരി പേരുണ്ടാകും. പക്ഷെ എങ്ങനെ യോഗ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കണം, കൃത്യമായി എങ്ങനെ യോഗ അഭ്യസിക്കണം, ഏത് തരത്തിലാണ് യോഗ ആരംഭിക്കേണ്ടത്, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ വളരെ ലഘുവായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. യോഗ ചെയ്യാൻ ഏറ്റവും നല്ല സമയം പ്രഭാതം തന്നെയാണ്. നമ്മുടെ ദിനചര്യയുടെ ആദ്യ കർമ്മമായി യോഗ ആരംഭിക്കട്ടെ. ആദ്യമായി യോഗ ചെയ്യാനായി നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. മുറ്റത്തോ ബാൽക്കണിയിലോ ശാന്തമായ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരുന്ന് യോഗ ചെയ്യാൻ ആരംഭിക്കാം. ആദ്യം സ്വസ്ഥമായി വജ്രാസനത്തിലിരിക്കുക. കാൽപാദത്തിലേക്ക് അമർന്ന് നട്ടെല്ല് നിവർത്തിയിരിക്കുക. ബുദ്ധിമുട്ടുള്ളവർ ബെഡിലിരുന്ന് പരിശീലിക്കാം, അല്ലെങ്കിൽ ഒരു ടവൽ ഇട്ടുകൊണ്ടായാലും ഇരിക്കാം. വജ്രാസനത്തിലിരുന്നു കൊണ്ട് ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നു. ആദ്യം റാബിറ്റ് ബ്രീത്തിങ്, ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി സാവധാനം കൈകളുടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് താഴെ മുട്ടിക്കുക. ശ്വാസം എടുത്ത് നിവർന്ന് വരാം. കൈകൾ ബാക്കിൽ ലോക്ക് ചെയ്താണ് പിടിക്കേണ്ടത്. തുടക്കത്തിൽ കൈകളുടെ സപ്പോർട്ടോടുകൂടി ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി താഴെ മുട്ടട്ടെ. സാവധാനം ശ്വാസം എടുത്ത് നിവർന്ന് ഷോൾഡർ വിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി താഴെ മുട്ടട്ടെ. വളരെ സാവധാനം ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്ത് അല്പം കാൽമുട്ടുകൾ അകഴ്ത്തി വെച്ചുകൊണ്ട് ചെയ്യാം. അത് കണ്ടിന്യൂ ചെയ്യാം. ഒരു 6 റൗണ്ട് റാബിറ്റ് ബ്രീത്തിങ്. ദെൻ കാറ്റ് ആൻഡ് ക്യാമൽ ബ്രീത്തിങ്. കാൽമുട്ടുകൾ അകഴ്ത്തി കൈകൾ ഷോൾഡർ ലെവലിൽ വെച്ച് ശ്വാസം വിട്ടുകൊണ്ട് സ്ക്യൂസ് ചെയ്യുക. വളരെ സാവധാനം ശ്വാസം എടുത്ത് ഷോൾഡർ വിരിച്ച് നടുവ് കുഴിച്ച് സ്ട്രെച്ച് ചെയ്ത് ബ്രീത്ത് ചെയ്യുക. ശ്വാസം എടുക്കുമ്പോൾ ഷോൾഡർ വിരിഞ്ഞ് മുകളിലേക്ക് നോക്കുക. ശ്വാസം വിടുമ്പോൾ അകത്തേക്ക് നന്നായി സ്ക്യൂസ് ചെയ്യുക. നടുവിന്റെ ഭാഗത്ത് നല്ല സ്ട്രെച്ചിങ് കിട്ടാനാണ്. ഒപ്പം ബ്രീതിങ്ങും നന്നായി മെച്ചപ്പെടും. ആ സ്ട്രെച്ചിങ് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്ത് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നടുവ് കുഴിഞ്ഞു വരട്ടെ. നന്നായി സ്ക്യൂസ് ചെയ്യുക. റിലാക്സ്. ദെൻ പീജിയൻ പോസ്റ്റ്. ഒരു കാൽ മുന്നിലേക്ക് നീട്ടി അമർന്നിരിക്കുക. മറ്റേ കാല് ബാക്കിലേക്ക് നീട്ടി വെക്കുക. കാൽമുട്ട് വേദനയുള്ളവരിത് ഒഴിവാക്കുക. നന്നായി കാലിൽ അമർന്നിരുന്ന് ഷോൾഡർ വിരിച്ച് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. ഇടത്തെ കാല് മുട്ടിലേക്ക് കാല് അമർന്ന് ഇരിക്കുക. ആ കാൽമുട്ടിൽ അമർന്നിരിക്കുക. മറ്റേ കാല് നീട്ടി വെക്കുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. നമ്മുടെ ഹിപ്പിന്റെ ഭാഗം കാലൊക്കെ നല്ല അയവ് കിട്ടാൻ വേണ്ടിയാണ്. ഒപ്പം ശ്വാസവും ശ്രദ്ധിക്കുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. നന്നായി ശ്വാസം എടുത്ത് വിടുക. വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. സ്ട്രെച്ചിങ് ബട്ടർഫ്ലൈ സ്ട്രെച്ചിങ് ആണ്. കാൽപാദം രണ്ടും ചേർത്ത് വെച്ച് കൈകൾ പിടിക്കാം കാലില്. ഹിപ്പിന്റെ ഭാഗം അയഞ്ഞു വരാനായിട്ട് നന്നായിട്ട് കാലുകൾക്ക് നല്ല സ്ട്രെങ്തേൺ കിട്ടാനും കാലുകൾ ലൂസ് ആവാനുമാണ്. നന്നായി ബട്ടർഫ്ലൈ സ്ട്രെച്ച് ചെയ്യുക. ദെൻ കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് വെക്കുക. കാലുകൾ ചേർത്ത് കാൽപാദം അകത്തേക്കും പുറത്തേക്കും സ്ട്രെച്ച് ഇൻ, സ്ട്രെച്ച് ഔട്ട്. ഇൻഹേൽ, എക്സ്ഹേൽ. ദെൻ സാവധാനം കാലുകൾ റൊട്ടേറ്റ് ചെയ്യുക. ഭാഗമൊക്കെ ഒന്ന് ലൂസായി വരട്ടെ. കാൽമുട്ട് നിവർന്ന് തന്നെ ഇരിക്കണം. കൈകൾ ശരീരത്തോട് ചേർന്ന് കാലുകൾ റൊട്ടേറ്റ് ചെയ്യുക. ദെൻ ഇരു കൈകളും കാലിന്റെ മുട്ടിന്റെ അടിയിൽ പിടിച്ച ശേഷം കാലുകൾ ഒന്ന് നീട്ടി നന്നായി സ്ട്രെച്ച് ചെയ്യുക. തൈസ് മസിൽസ് ഒക്കെ ഒന്ന് ലൂസ് ആവാനാണ്. നന്നായിട്ട് കാലുകൾ നീട്ടി മടക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇടത്തെ കാല് മുട്ടിന് താഴെ കൈകൾ ലോക്ക് ചെയ്ത് പിടിക്കുക. കാൽമുട്ട് മടക്കി സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. റിലാക്സ്, റിലാക്സ്. ദെൻ കാലുകളൊന്ന് അകഴ്ത്തി ഒന്ന് കാലിൽ തൊടാൻ നോക്കുക. എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ചെയ്യാം. മാക്സിമത്തിലേക്ക് പോവണ്ട. ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. റിലാക്സ്. സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക.
ഇടത്തെ കൈ വലത്തെ കാൽമുട്ടിൽ പിടിച്ച് വലതുവശത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. നമ്മുടെ സൈഡ്, ഹിപ്പ്, നെക്ക്, ഷോൾഡറൊക്കെ ഒന്ന് അയഞ്ഞ് വരാനാണ്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കണ്ണ് നോക്കുക. കണ്ണ് പോകുന്ന അത്രയും നമ്മുടെ ഷോൾഡർ വിരിഞ്ഞ് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നന്നായിട്ട് ഹിപ്പിന്റെ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തിരിയട്ടെ. ഷോൾഡർ കയയട്ടെ. റിലാക്സ്. ശ്വാസം എടുത്ത് വിടുക. സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേ കൈ ബോഡിയോട് ചേർന്നിരിക്കും. സൈഡ് സ്ട്രെച്ചിങ്. നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവട്ടെ. സ്ട്രെച്ചിങ് ഫീൽ ചെയ്ത് ചെയ്യുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. സ്ട്രെച്ചിങ് ഫീൽ ചെയ്ത് ചെയ്യുക. റിലാക്സ്. കൈകൾ രണ്ടും ചിൻമുദ്രയിൽ വെക്കുക. തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് കൈകൾ ചിൻമുദ്രയിൽ, കണ്ണുകൾ അടച്ച് നന്നായിട്ട് ശ്വാസം എടുക്കുക. റിലാക്സ്. കൈകൾ രണ്ടും നന്നായി റബ്ബ് ചെയ്ത് ആ എനർജി കണ്ണിലേക്ക്, മുഖത്തേക്ക്, കഴുത്തിലേക്ക് നല്ലൊരു മസാജിങ് കൊടുക്കുക. നന്നായി റബ്ബ് ചെയ്യുക. ആ എനർജി മുഖത്ത്, കഴുത്തില്, ബാക്ക് നെക്ക്, ഷോൾഡർ ടു ഫിംഗർ ടിപ്സ് നല്ലൊരു മസാജിങ് കൊടുത്ത് വളരെ റിലാക്സ്ഡായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നന്നായി റിലാക്സ് ചെയ്തിരിക്കുക. യോഗ ആസനങ്ങൾ പരിശീലിക്കുന്നതിന് മുമ്പ് ആദ്യം ശ്വസന വ്യായാമങ്ങളും സ്ട്രെച്ചിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നത്. നിന്നുകൊണ്ട് കഴുത്തിൻ്റെ ഭാഗം സ്ട്രെച്ച് ചെയ്യാൻ ശ്വാസം എടുത്ത് കഴുത്ത് ബാക്കിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് താടി നെഞ്ചിൽ മുട്ടട്ടെ. സാവധാനം ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക. ഷോൾഡർ അയച്ച് റിലാക്സ് ചെയ്ത് മെല്ലെ ചെയ്യുക. ഒട്ടും സ്പീഡിൽ ചെയ്യരുത്. വളരെ പതുക്കെ ആ ഷോൾഡർ അയച്ച് കഴുത്ത് മെല്ലെ വട്ടം കറക്കുക. വളരെ സാവധാനം ഇടത്തോട്ടും വലത്തോട്ടും മെല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. റിലാക്സ്. ഷോൾഡർ അയച്ചിടുക. മെല്ലെ കൈ മുട്ട് രണ്ടും അയച്ചിടാനായി കൈകൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഷോൾഡറിൽ കൈ വിരൽ വെച്ച് കൈ കൊണ്ട് നന്നായി റൊട്ടേറ്റ് ചെയ്യുക. ഇരു കൈകളും റൊട്ടേറ്റ് ചെയ്യുക. മുന്നിലേക്കും പിന്നിലേക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് ശരീരം അയഞ്ഞു വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അത് വളരെ മെല്ലെ പതുക്കെ സ്ട്രെച്ച് ചെയ്യും. റിലാക്സ്. ഷോൾഡർ അയച്ചിടുക. ദെൻ കൈകൾ റൊട്ടേറ്റ് ചെയ്യാണ്. കൈ വിരലുകൾ കൊണ്ട് ഒരു വലിയ വൃത്തം വരയ്ക്കുന്ന അത്രയും സ്ട്രെച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കുക. കൈ വിരൽ കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുന്ന അത്രയും കൈകൾ ബാക്കിലേക്കും മുന്നിലേക്കും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. ഷോൾഡറിൻ്റെ ഭാഗം നല്ല അയവ് വരട്ടെ. റിലാക്സ്. ഇടത്തെ കൈയും കൂടി കൈകൾ നന്നായി റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റിലാക്സ് ചെയ്യുക. ഷോൾഡർ നന്നായിട്ട് അയച്ചിടുക. ഷോൾഡറിൻ്റെ ഭാഗം ട്വിസ്റ്റ് ചെയ്യുകയാണ്. ഷോൾഡർ നന്നായി അയഞ്ഞു വരാൻ, ഹിപ്പിൻ്റെ ഭാഗം നല്ല റിലാക്സ്ഡ് ആവാൻ, ഷോൾഡർ നന്നായിട്ട് ലൂസാക്കി കൈകൾ തളർത്തി ബാക്കിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. റിലാക്സ്. സൈഡിലേക്ക് ഒരു സ്ട്രെച്ചിങ്. കൈകൾ വിരിച്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യുക. ദെൻ ഹിപ്പിൻ്റെ ഭാഗം, ഹിപ്പ് നന്നായി അയഞ്ഞു വരാൻ ഹിപ്പിൻ്റെ ഭാഗം വട്ടത്തിൽ കറക്കുക. ബോഡി അനങ്ങണ്ട. ഹിപ്പ് മാത്രം, അരക്കെട്ടിൻ്റെ ഭാഗം മാത്രം മുന്നിലേക്കും ബാക്കിലേക്കും ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ദെൻ റിലാക്സ്. കാലുകൾ ചേർത്ത് വയ്ക്കുക. മെല്ലെ കാൽപാദങ്ങൾ ഒരു കാലിൽ നിന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് വലത്തെ കാൽ വിരലുകൾ അനക്കുക. കാൽപാദം മുന്നിലേക്കും ബാക്കിലേക്കും സ്ട്രെച്ച് ചെയ്യുക. കാൽപാദം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇടത്തേക്കും വലത്തേക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കുക. ദെൻ ഇടത്തെ കാൽ വിരലുകൾ ഒന്ന് തുറന്നടയ്ക്കുക. കാൽമുട്ട് മുന്നിലേക്കും ബാക്കിലേക്കും കാൽപാദങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. മുട്ട് സ്റ്റഡിയായി തന്നെ നീട്ടി വയ്ക്കുക. സ്ട്രെച്ച് ചെയ്യുക. ദെൻ റിലാക്സ്. നന്നായി ശ്വാസം എടുത്ത് വിടുക. ദെൻ ഊർദ്ധ താടാസൻ. കാലുകൾ സ്ട്രെച്ച് ചെയ്ത് തൊഴുത് മുകളിലേക്ക് ഉയർന്നു വരിക. കാൽ വിരലിൽ ഉയർന്നു വരണം. കാൽപാദം ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്ത് കാൽ വിരലിൽ ഉയർന്ന് കൈകൾ മുകളിലേക്ക് തൊഴുത് സ്ട്രെച്ച് ചെയ്യുക.
കംപ്ലീറ്റ് ശരീരത്തിൻ്റെ എല്ലാ പേശികൾക്കും അയവ് വരാനും ശ്വാസം നന്നായി മെച്ചപ്പെടാനും സ്ട്രെച്ചിങ്ങും ബ്രീതിങ്ങും ഇംപ്രൂവ് ചെയ്യാനുമുള്ള ഏറ്റവും നല്ല ആസനമാണ് ഊർധ്വ താടാസനം. ശരീരത്തിന് കംപ്ലീറ്റ്ലി ഒരു അയവ് വരുന്നു, റിലാക്സ്. നന്നായി ശ്വാസം എടുത്ത് വിടുക. ദെൻ വലത്തെ കാൽമുട്ട് മടക്കി ചേർത്ത് പിടിക്കുക. കാൽമുട്ട് ടൈറ്റ് ചെയ്യുക, ഇടത്തെ കാൽമുട്ട് മെല്ലെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കൂ, റിലാക്സ്. എപ്പോഴും കാൽപാദം ചേർത്ത് വെക്കുക, മുട്ട് ടൈറ്റ് ചെയ്യുക, ഇടത്തെ മുട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് കൈകളൊന്ന് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യും. തുടക്കത്തിൽ ഇത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒറ്റ കാലിലൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനെങ്കിലും നോക്കുക. കംപ്ലീറ്റ്ലി ബോഡി ആൻഡ് മൈൻഡ് റിലാക്സ് ചെയ്ത് ഒറ്റ കാലിൽ ബാലൻസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കാലിൽ പിടിച്ചുകൊണ്ട് നിവർന്ന് നിൽക്കാനെങ്കിലും ശ്രമിക്കുക. കാൽ മസിൽസ് അയച്ചിടുക, റിലാക്സ്. നന്നായി ശ്വാസം എടുത്ത് വിടുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അയവ് വരാനാണ് ഈ സ്ട്രെച്ചിങ് ചെയ്യുക. തുടക്കത്തിൽ ഒരാഴ്ച ചെയ്ത് ശരീരത്തിന് ഒരു അയവ് വന്ന ശേഷമായിരിക്കും നമ്മൾ യോഗാസനങ്ങൾ അഭ്യസിച്ച് തുടങ്ങുക. ഈ യോഗ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കൂ. സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിക്കും.